ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിക്കൽ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. വല്ലാത്തൊരു ഉറക്കം തൂങ്ങി മാർക്കറ്റായിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഞാനന്ന് ഒരു ട്രേഡും ചെയ്തിട്ടില്ല, സിംഗിൾ ട്രേഡ്. ഒന്നാമത് ബാങ്ക് നിഫ്റ്റി ഒരു ഒരു ബുള്ളിഷും അല്ല ബെയറിഷും അല്ല, സ്റ്റിൽ ന്യൂട്രലാണ്. നിഫ്റ്റി ഒരു ബെയറിഷ് ട്രെൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു ഫെയ്ഡ് ഓപ്ഷനൊക്കെ തന്നതുകൊണ്ട് നിഫ്റ്റി ഇന്നലെ 23,408 FA വന്നു, ഫെയിൽഡ് ഓപ്ഷൻ വന്നായിരുന്നു ഹൈലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ FA കൺഫേം ആവുകയും ചെയ്തു. മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ക്ലോസും ചെയ്തു. ഏകദേശം പറയുകയാണെങ്കിൽ 23,408 -290 എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ 23,117 ആണ് നിഫ്റ്റിയിൽ ഇന്നത്തെ FA ടാർഗറ്റ്. നിഫ്റ്റി അത് ഇന്നലെ തന്നെ ഏകദേശം പറയുകയാണെങ്കിൽ 23,100 വരെ വന്ന് നിഫ്റ്റി 17 വന്ന് നിഫ്റ്റിയിൽ FA ടാർഗറ്റ് തന്നു. ഇന്ന് നിഫ്റ്റി തിരിച്ച് അതേപോലെ ഇന്നലത്തെ POCയുടെ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചു. ഫ്രഷ് ഒരു ബൈയും വന്നില്ല. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഒന്നും നിഫ്റ്റിയിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ന്യൂട്രൽ എക്സ്ട്രീം CPയുടെ ട്രേഡ് വന്നു. തിരിച്ച് മാർക്കറ്റ് ന്യൂട്രലായി തിരിച്ചു പോയി. കഴിഞ്ഞ് പറഞ്ഞാൽ മാർക്കറ്റ് നിഫ്റ്റി എന്ത് ചെയ്തു, തിരിച്ച് കയറി തന്നെ കയറി ന്യൂട്രലായി വന്ന് ഹാഫ് ടാർഗറ്റ് വരെയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ ഡേയ്സ് ഭയങ്കര സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്ന ദിവസമൊക്കെയാണ്. രണ്ടാമത് ഓപ്പണിംഗ് വോളിയം വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിഫ്റ്റിയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി പൊതുവേ എനിക്ക് ട്രേഡ് ഇല്ലാത്ത ദിവസമായിരുന്നു. റൂമിൽ നമ്മൾ ആരുടെ ഒരു ട്രേഡും പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവരും ട്രേഡ് ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ദിവസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ട്രേഡ് കിട്ടിയത് കൊണ്ട് ഇന്നൊരു മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാന്നൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ട്രേഡിങ് നോക്കിയത്. സോ ഇന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുന്ന സമയം ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ദിവസമൊക്കെ തന്നെയാണ് ഇന്ന് കൃത്യമായിട്ട് കാണിച്ചത്. പക്ഷേ അധികം വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ബാങ്ക് നിഫ്റ്റി കിട്ടില്ലായിരുന്നു. വോളിയം കുറച്ചുണ്ടായിരുന്നു, പക്ഷേ വോളിയം കയറുകയും പിന്നെ അങ്ങ് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം പക്ഷേ POC ഇപ്പോഴും 48,770 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി നിന്നത്. സോ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് വിത്ത് POC അറ്റ് 48,775 നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POCയുടെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റിങ്ങിലേക്ക് പ്രതീക്ഷയായിരുന്നു. 49,280 നമ്മുടെ ഇന്നത്തെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ തേർഡ് ടാർഗറ്റ് 49,280 ആയിരുന്നു. പക്ഷേ ആ 49,280 ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്തു, ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്തിൻ്റെ അടുത്ത് വന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഫ്രം ദി മോർണിംഗ് ബാങ്ക് നിഫ്റ്റി വിചാരിച്ചിരുന്നു ഞാൻ ഇന്ന് ട്രെൻഡിങ് അപ്പാണ്, മുകളിലോട്ട് തന്നെ പോകും. നിങ്ങൾ നോക്കി അറിയാം, ഓപ്പൺ ചെയ്തു 15 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ഈ നമ്മുടെ ബുള്ളിഷ് ഓഫറിന് POCയും കട്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് താഴേക്ക് ഇറങ്ങി, ഫസ്റ്റ് ടാർഗറ്റിനോട് വന്നു, തിരിച്ച് വീണ്ടും കയറി സെക്കൻഡ് ടാർഗറ്റ്, അവിടെ നിന്ന് മുകളിലോട്ട് കയറി. ചുരുക്കി പറഞ്ഞാൽ ഞാനൊന്ന് അബദ്ധം പറ്റിപ്പോയതായിരുന്നു. ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാതായിരുന്നു. നിഫ്റ്റിയിലേക്ക് ഞാനൊരു മൊമെൻറ്റം പ്രതീക്ഷിച്ചു. ബാങ്ക് നിഫ്റ്റിയെ പോലെ നിഫ്റ്റി നിങ്ങളാകാതെ നിഫ്റ്റി ഇൻഡെക്സ് വെറും 0.39% അപ്പാണ്. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് 1.4ഉം നിഫ്റ്റി ഫ്യൂച്ചർ വെറും 0.5 ആണ്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1.7 ആണ്. ഫിൻ നിഫ്റ്റി 1.87, മിഡ് ക്യാപ്പ് ആണെങ്കിൽ 2% അപ്പായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഇന്ന് പ്യുവർലി സെൻസെക്സിൻ്റെ എക്സ്പയറി ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ലെവലിൽ തന്നെ നിഫ്റ്റി നിന്ന് പോയത്, കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കി അറിയാം, 48,775 ഭാഗത്താണ് POC. ഇപ്പോൾ 48,775 ബാങ്ക് നിഫ്റ്റിയുടെ POC. അപ്പോൾ ഞാനത് POC മാർക്ക് ചെയ്തു. ഈ ഒരു കാര്യവും നമുക്ക് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 48,775 ബാങ്ക് നിഫ്റ്റിയുടെ POC ഉണ്ട്. നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിയെ പക്ഷേ ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POC. ഇനി 49,280 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയിനെ കുറിച്ച് ചിന്തിക്കാൻ. സോ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 49,280 ആണ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ബാങ്ക് നിഫ്റ്റി ചിന്തിച്ചാൽ. സോ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബുള്ളിഷ് റെഫറൻസ് ആണ്. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് വരാനും 49,280 മുകളിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 49,420 49,420 R1 ആണ്. അതിനുശേഷം R2 എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ R2 എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 49,590 എന്ന് പറഞ്ഞാൽ പഴയ ഒരു POC 49,549. R2 എന്ന് പറയുമ്പോൾ 49,598. ഈ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നെ സംബന്ധിച്ച് നാളെ
ബാങ്ക് നിഫ്റ്റിയിൽ അതൊരു മൊമെന്റം വരാനുള്ള ചാൻസ് കുറവാണ്. വന്നാൽ ഈ 49,590 ഫസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഭാഗത്താണ് മാർക്കറ്റ് അടിച്ചു തുടങ്ങിയത്. സോ ഈ 49,598 മുകളിൽ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി താഴേക്ക് മാർക്കറ്റിലെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ പറഞ്ഞ പോലെ 49,540 എന്ന് പറഞ്ഞ ഇന്നലത്തെ POC എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ബെയറിഷ് റെഫറൻസ് ആണ്. അപ്പോൾ 49 ഇന്ന് ബുള്ളിഷ് റെഫറൻസ് ആയ സാധനം നാളത്തേക്ക് ഇത് ബെയറിഷ് റെഫറൻസ് ആയി മാറി. സോ 48,540 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു സെല്ലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. സോ അത് എങ്ങോട്ട് പോവാം? അതിന്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 48,540 താഴെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ 48,345 350 ഇന്നത്തെ ഫസ്റ്റ് ടാർഗറ്റ് 48 S1 എന്ന് പറയുമ്പോൾ 48,350 ആണ്. അതാണ് ഇന്നത്തെ S1 എന്ന് പറയുന്നത്. അത് കൃത്യമായി പാലിക്കുക. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ 48,340 താഴെ അടുത്ത S2 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ LPDന്റെ സ്പൈക്ക് ലോ ആയ 48,170 48,170 ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ്. സോ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഒരു മൊമെന്റം കുറച്ച് പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ബാങ്ക് നിഫ്റ്റി നല്ല വൃത്തിയിൽ കയറിപ്പോയത് കൊണ്ട് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് നാളെ ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കേണ്ടത് കാരണം നിഫ്റ്റി ഇന്ന് ഭാഗത്തില്ല. അതുകൂടാതെ ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ FIS ഏകദേശം 8,000 മുകളിൽ കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. DIS 7,900 കോടി രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ FISന്റെ എന്ത് ഭാവിച്ചാണ് ഈ വിൽപ്പന ഒരു പിടിയുമില്ല. ആറഞ്ചവും പറിച്ചോ ഒക്കെ ആമാരി വിറ്റിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഫെയിൽഡ് ഓപ്ഷൻ നിഫ്റ്റിയിൽ ഇന്നലെ FI ഹൈ വന്നു, നിഫ്റ്റി താഴേക്ക് ടാർഗറ്റ് കിട്ടിയായിരുന്നു. നമുക്ക് ട്രേഡ് പുട്ടെടുത്ത് ട്രേഡ് ചെയ്തു. ഇന്ന് FI ടാർഗറ്റ് താഴേക്ക് പ്രതീക്ഷിച്ചു, അത് കൺഫേം ആയിട്ട് സസ്റ്റെയിൻ ചെയ്തില്ല. സോ നിഫ്റ്റി ഇന്ന് ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇന്നത്തെ 23,198 എന്ന് പറഞ്ഞാൽ സി പീരീഡിൽ വന്ന ലോയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി ഒരു FA തന്നു. അപ്പോൾ നിഫ്റ്റി FA തന്നു പറഞ്ഞാൽ ഇന്ന് നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ ആണ്. ന്യൂട്രൽ ഡേ സ്ട്രക്ചറാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പ് സൈഡ് മുകളിലേക്ക് ടാർഗറ്റ് തന്നു, താഴെ ബ്രേക്ക് കൂടി ന്യൂട്രൽ ഡേ വിത്ത് FA at 23,198 ആണ്. അപ്പോൾ സോ 23,290 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 23,260. ഇന്നലത്തെ POC ഇന്നത്തെ POC എല്ലാം സെയിം ആണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, കൃത്യമായി നിങ്ങൾ നോക്കിയാൽ ഇന്നലത്തെ POCയും ഇന്നത്തെ POCയും സെയിം ആണ്. മാർക്കറ്റ് ഇൻസൈഡ് ദ ക്യാൻഡിൽ ആയതുകൊണ്ട് ഞാൻ അതിനെ രണ്ടിനെയും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇന്നലത്തെ പ്രൊഫൈൽ ഇന്നത്തെ പ്രൊഫൈലും കൂടെ ഞാൻ ഒന്ന് മെർജ് ചെയ്തു. കാരണം മാർക്കറ്റ് ഒരേ റേഞ്ചിലാണ്, ഇൻസൈഡ് ദ ക്യാൻഡിലാണ്, പെർഫെക്റ്റ്ലി ആണ്. അപ്പം നമുക്ക് ഒരു കാര്യം ഓർത്തോളുക, 23,300 ആണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയ ബുള്ളിഷ് റെഫറൻസും 23,198 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഞാൻ ആദ്യം ബുള്ളിഷ് വരയ്ക്കാം. അപ്പോൾ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം നിഫ്റ്റിയിൽ എന്താണ് 23,300 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. കാരണം നമ്മൾ FA വന്നതിൻ്റെ ഏരിയ അതാണ്. അത് കൂടാതെ നമ്മുടെ ബുള്ളിഷ് ആയുള്ള കാര്യമാണ്. അതേപോലെ 23,198 ആണ് ബെയറിഷ് റെഫറൻസ്. 23,198 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം. FA വന്ന പോയിന്റും അതിൻ്റെ IBH ആണ് നമ്മൾ ബുള്ളിഷും ബെയറിഷും. ബുള്ളിഷ് ഇതാണ്, ബെയറിഷ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു, ബെയറിഷ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കുന്നത് നമ്മളെ POC എന്ന് പറഞ്ഞാൽ 23,269. ഒരു മാറ്റവും ഇല്ല. ഇന്നലത്തെ POCയും ഇന്നത്തെ POC ഒക്കെ സെയിം ആണ്. 23,263 ആണ് നമ്മുടെ POC. 23,269. സോ വല്ല മാറ്റവും നോക്കാം. 23,269 ആണ് POC. സോ 23,300 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ FA ആക്ട് ചെയ്യാനും അത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 23,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,370. എത്രയാണ്? 23,370 ആണ് എന്നെ സംബന്ധിച്ച്. 23,370 ആണ് R1. അത് ഓർത്ത് വെച്ചേക്കുക. R2 എന്ന് പറയുമ്പം അടുത്ത വരാൻ പോകുന്നത് R2 എന്ന് പറയുമ്പോൾ 23,370. അതിന് മുകളിൽ അടുത്ത വരുന്നത് 23,427. അടുത്തത് 23 R2 എന്ന് പറയുമ്പം 23,427. R3 എന്ന് പറയുമ്പോൾ അടുത്തത് വരുന്നത് 23,496. ഇതാണ് നമ്മുടെ തേർഡ് ടാർഗറ്റ്. 23,496. ഇതായിരിക്കും നമുക്ക് മുകളിലേക്കുള്ള ഒരു ടാർഗറ്റ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇതായിരിക്കും. നിഫ്റ്റി എനിക്ക് കുറച്ചും കൂടെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
അത് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇന്ന് കയറിയതും ബാക്കി എല്ലാ ഇൻഡെക്സും കയറിയ സമയത്ത് നിഫ്റ്റി കയറിയിട്ടില്ല. അതുകൊണ്ട് ഇനി നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഞാൻ നാളത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പം ഏതിന് മുകളിൽ മാത്രമേ ഉള്ളൂ, 23,300 മുകളിൽ മാത്രമേ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇത് ഫ്യൂച്ചേഴ്സ് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതെല്ലാം ഫ്യൂച്ചേഴ്സിൻ്റെ ലെവലാണ്. ഇനി നോക്കേണ്ടത് ഇന്നത്തെ ഇന്നത്തെ FA വന്ന പോയിന്റ് 23,198 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എവിടം വരെ പോകാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,198 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവനെ സംബന്ധിച്ച് 23,110 ഇന്നലത്തെ ലോയുടെ ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് 23,110 ആണ് ES1. ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്തുള്ളൂ, 23,110. അതിന് താഴെ അടുത്ത S2 എന്ന് പറയുമ്പം ഈ FAയുടെ ടാർഗറ്റ്, അതായത് ഇപ്പോൾ FA വന്നു 23,198 മൈനസ് 291, അതായത് FA നെഗറ്റീവ് ടാർഗറ്റായ 22,907 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ. ഒന്നെങ്കിൽ നിഫ്റ്റി 23,400 തൊട്ട് 23,500 വരാനോ അല്ല എങ്കിൽ 22,900 ഭാഗത്ത് വരെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 23,110 താഴെ അടുത്ത് വരുന്നത് ഏതാണ്? 23,024, 23,024 സെക്കൻഡ് S2. ഇതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെൻറ്റ് ഞാനിന്ന് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്നില്ല. 23,024 അവിടെയാണ് ഞാൻ S2ൻ്റെ ഭാഗം കൂടെ ഞാൻ വച്ചിട്ടുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ S1 S2 ഞാൻ മാർക്ക് ചെയ്തു. നിഫ്റ്റിക്ക് താഴേക്കൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 23,300 മുകളിലുള്ള മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റുമായിരിക്കും ഞാൻ നിഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, ഈ ലെവലിൽ വ്യക്തമായിട്ട് എടുക്കുക. അപ്പം ഇനി വേറൊരു കാര്യമുള്ളത്, ഞാൻ പറഞ്ഞു നമ്മുടെ ഈ വരുന്ന 22-ാം തീയതി നമ്മുടെ ഏതാണ് 25th 1 ഡേ സെമിനാറിൻ്റെ എല്ലാ രജിസ്ട്രേഷനും പൂർത്തിയാക്കാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് അതിൽ ഒരു ദിവസം വന്ന് നിങ്ങൾക്കത് പഠിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും, അതുകൂടാതെ ഈ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്നുണ്ട് ഒരാഴ്ച. അതായത് ബഡ്ജറ്റിൻ്റെ ആ ദിവസം മുതൽ വരാൻ പോകുന്ന ഒരാഴ്ച ഫുള്ളായിട്ട് നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് റൂമിൽ കയറാം, എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. സോ അത് നിങ്ങൾക്ക് ആഡ് ഓൺ ഒരു എക്സ്ട്രാ ഒന്നെടുത്ത ഒന്ന് കിട്ടുന്ന പോലെ നിങ്ങളത് 1 ഡേ സെമിനാർ നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറാനുള്ള ഒരു ഇതുണ്ട്. ഒരു 1 വീക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യാനുള്ള വോൾട്ടൈൽ വീക്കിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. സോ അതിന് താല്പര്യമുള്ളവർ ഈ 22-ന് മുമ്പേ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൻ്റെ അൽഗോരിതം ഇപ്പോൾ എന്തോ മാറിക്കിടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് വളരെ കുറവാണ്. റീച്ച് കുറയുന്നതോറും എനിക്ക് എൻ്റെ മോട്ടിവേഷൻ കുറയും. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ തരുന്ന സമയത്ത് കുറച്ച് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെന്നൊരു പ്രതീക്ഷയോടുകൂടി ടേക്ക് കെയർ, ബൈ ബൈ.